പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. എന്നെ ശ്രവിക്കുന്ന മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും നോമ്പ് കാലഘട്ടത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ചൈതന്യവും ഞാൻ ആശംസിക്കുകയാണ്. നാം നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട് പുതിയ മനുഷ്യനാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ഈ വലിയ നോമ്പിലെ ഓരോ ദിവസവും നാം ചിലവഴിക്കുകയാണ്. ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷകൾ കഴിഞ്ഞ് അവിടുന്ന് ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. തുടർന്ന് സുവിശേഷകൻ പറയുന്നത്, അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. സുവിശേഷത്തിലുടനീളം കാണുന്ന രംഗമാണിത്. ഈശോ സമീപ പ്രദേശങ്ങളിലെല്ലാം ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നു. അവൻ്റെ കീർത്തി എല്ലായിടത്തും പ്രശോഭിക്കുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തുന്നു. കാരണം ആത്മാവിൽ നിറഞ്ഞവനായിട്ടാണ് ഈശോ തൻ്റെ ദൈവരാജ്യ പ്രഘോഷണം നടത്തിയിരുന്നത്. അതിനൊരുക്കമായിട്ട് തൻ്റെ ഉപവാസ പ്രാർത്ഥന ദിനങ്ങൾ ചിലവഴിക്കുകയായിരുന്നു. 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിൽ, പ്രാർത്ഥനയിൽ, പിതാവായ ദൈവവുമായിട്ടുള്ള ഏറ്റവും അടുത്ത സംഭാഷണത്തിൽ അവിടുന്ന് മുഴുകി. അങ്ങനെ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ ഈശോയ്ക്ക് കഴിഞ്ഞു. നമുക്കറിയാം, 3 പരീക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ സുവിശേഷകൻ വിവരിക്കുന്നത്. ഒന്ന്, കല്ലുകളോട് അപ്പമാകാൻ പറയുന്നു. രണ്ടാമത്തേത്, പിശാചിനെ ആരാധിച്ചാൽ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഈശോയ്ക്ക് കൈവശമാക്കാമെന്ന് വ്യാമോഹിപ്പിക്കുന്നു. മൂന്നാമത്തേത്, ദേവാലയത്തിൻ്റെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് ചാടിയാൽ മാലാഖമാർ നിന്നെ കാത്തുകൊള്ളും, മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു അത്ഭുത പാത്രമായിട്ട് പ്രത്യക്ഷപ്പെടാനായിട്ട് കഴിയും. ഇത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രലോഭനങ്ങളാണ്. ശരീരത്തിൻ്റെ പ്രലോഭനങ്ങൾ, സുഖം, ആസക്തികൾ, ശാരീരികമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ, അതുപോലെ തന്നെ പേര്, പെരുമ തുടങ്ങിയുള്ള പ്രലോഭനങ്ങൾ. രണ്ടാമത്തേത്, എല്ലാം വെട്ടിപ്പിടിക്കാനും വാരിക്കൂട്ടാനും തട്ടിപ്പറിക്കുവാനുമുള്ള വ്യാമോഹം. മൂന്നാമത്തേത്, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകാനുള്ള ആഗ്രഹം. ഈ ത്രിവിധ പ്രലോഭനങ്ങൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ശാരീരികമായിട്ടുള്ള സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്ന ഒരു തലമുറയിലൂടെയാണ് നമുക്കിന്ന് പോകുന്നത്. ആസക്തികൾ, അതിനെ സംതൃപ്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്ന കാലഘട്ടം. അതുപോലെ തന്നെ എല്ലാം വെട്ടിപ്പിടിക്കണമെന്നുള്ള വ്യാമോഹം. മൂന്നാമത്തേത്, എല്ലാവരുടെ മുമ്പിലും ഒന്നാമനായിട്ട്
അത് ഏത് വിധേനയും ഒന്നാമനായിട്ട് ചിത്രീകരിക്കപ്പെടാനുള്ള ആഗ്രഹം. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ജീവിതത്തിലെ ഇപ്രകാരമുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ, കരുത്ത് ലഭിക്കുവാൻ നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഈശോ ഈ കരുത്ത് ലഭിച്ചു കഴിഞ്ഞിട്ട് ആത്മാവിനാൽ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയെന്നും അവിടെ അവൻ്റെ കീർത്തി ഈ പ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു എന്നും പറയുന്നുണ്ട്. കാരണം ഈശോയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ അകലം ഒട്ടുമില്ലായിരുന്നു. വാക്കും പ്രവൃത്തിയും തമ്മിൽ വളരെ അടുപ്പമായിരുന്നു. പറയുന്നു പോലെ പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്നു പോലെ പറയുന്ന മനോഭാവമായിരുന്നു. അവിടെ കാപട്യമില്ല, അവിടെ തിന്മയില്ല, അവിടെ നിഷ്കളങ്കമായിട്ടുള്ള മനോഭാവത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഉള്ള പെരുമാറ്റമായിരുന്നു. നമുക്ക് ഈ നോമ്പുകാലം കഴിഞ്ഞ് ഈസ്റ്റർ എല്ലാം ആഘോഷിച്ച് കഴിഞ്ഞ് നാം നമ്മുടെ സാധാരണ ജീവിതത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയെപ്പോലെ ആത്മാവി ശക്തിയുള്ളവരായിട്ട്, ആത്മാവിനാൽ നിറഞ്ഞവരായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായിട്ട് നടത്തുവാൻ നമുക്ക് സാധിക്കണം. അതിന് 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രത്യേകമായിട്ട് അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കണം. 1, പ്രാർത്ഥനയിൽ കരുത്തുള്ളവരാകണം. പ്രാർത്ഥനയിൽ കരുത്തുള്ളവരാകണം. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശക്തി, അവൻ്റെ കരുത്ത് അത് ഈശോയുമായിട്ട്, ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് അവൻ്റെ ക്രൈസ്തവ ജീവിതം ധന്യമാകുന്നത്. ഈശോ തൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മലമുകളിലേക്ക് പോയി ഏകാന്തതയിൽ ദൈവവുമായിട്ട് സംഭാഷണം നടത്തി തിരിച്ചു വന്നിട്ടാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് തൻ്റെ രക്ഷാകരമായിട്ടുള്ള ദൗത്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുരിശിലേറാനായിട്ട് തയ്യാറാകും. തൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് അവിടുന്ന് മലമുകളിലേക്ക് പോയി ഏകാന്തതയിൽ ശാന്തമായി പ്രാർത്ഥിച്ച് അവിടുന്ന് തിരിച്ചു വരുന്നതാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് പ്രാർത്ഥനയിൽ കരുത്ത് നേടാനായിട്ട് പരിശ്രമിക്കുക. ആ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. ഈശോ തൻ്റെ അന്ത്യ അത്താഴവേളയിൽ പറഞ്ഞു, നിങ്ങളിത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശു ഓർമ്മിപ്പിച്ച അതാണ്. നിങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും. പ്രാർത്ഥനയുടെ ഏറ്റവും മഹോന്നതമായിട്ടുള്ള പ്രകാശനമാണ് വിശുദ്ധ കുർബാന. അനുദിന വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമുക്ക് പ്രാധാന്യം കണ്ടെത്താനായിട്ട് കഴിയണം. ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ പാതിനോമ്പ് ഒക്കെ കഴിഞ്ഞു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മൾ ശ്രമിച്ചിരുന്നത് പ്രാർത്ഥനയിലൂടെ ഈശോവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് പരിശ്രമിക്കുക. സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം, പ്രതിബന്ധങ്ങൾ ധാരാളം ഉണ്ടാകാം, ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം, പരിഹരിക്കപ്പെടാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ഉണ്ടാകാം, അഴിക്കാൻ പറ്റാത്ത പല കുരുക്കുകളിലും വന്ന് പെട്ടെന്നിരിക്കാം. ഈ അവസരങ്ങളിലൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ, അഴിക്കാൻ പറ്റാത്ത പല കുരുക്കുകളിലും പെടുമ്പോൾ അതിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ, അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളിലൂടെ നാം മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിൽക്കുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കരുത്ത് കിട്ടുന്നത്
വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ശക്തിയാണ്, പ്രാർത്ഥനയിൽ നിന്നുള്ള ശക്തിയാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെ സ്വതന്ത്രം. അതുകൊണ്ട് തന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗത്തിൽ ഈശോ മനോഹരമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. 5-ാം അധ്യായത്തിൽ മലയിലെ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞിട്ട് തുടർന്ന് 6-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഈശോ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെയാകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതിയുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായിട്ട് നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതായത് ഇവിടെ ഈശോ ഓർമ്മിപ്പിക്കുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരാൻ, പ്രാർത്ഥനയിലൂടെ ഈശോയുമായുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരാൻ, ബലിയർപ്പണത്തിലൂടെ കൂദാശയുടെ പരികർമ്മത്തിലൂടെ ഈശോയുമായിട്ടുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കുവാൻ അനുദിനം നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലമൊക്കെ കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമായിട്ട് മാറണം പ്രാർത്ഥിക്കുക എന്നുള്ളത്, നിരന്തരം പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം ശീലിക്കേണ്ട ഒരു കാര്യമാണ് വചനത്തിൽ ആശ്രയിക്കാൻ, വചനത്തിൽ കരുത്ത് കണ്ടെത്തുവാൻ, വചനം നമ്മുടെ ജീവിതങ്ങൾക്ക് വഴികാട്ടിയാകാൻ, നമ്മുടെ പാതകളിൽ പ്രകാശമേകാൻ കഴിയണം. അതിന് വചനം വായിക്കുന്നവരായിട്ട് നാം മാറണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേര് വിശുദ്ധ ഗ്രന്ഥം പ്രാർത്ഥനാപൂർവം 1-2 പ്രാവശ്യമൊക്കെ മുഴുവനും വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിലെ വചനം എപ്പോഴും ഒരു വഴികാട്ടിയാണ്. ഇന്ന് പലരും വചനം എഴുതുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ മുഴുവനും കൈകൊണ്ട് എഴുതുന്നവർ നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേരുണ്ട്. അങ്ങനെ എഴുതുമ്പോൾ കുറേയും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയുന്നു, കുറേയും കൂടെ ഏകാഗ്രതയോടുകൂടെ വചനത്തിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് കരുത്തേകണം വചനം. പത്രോസ്ലിയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരത്തിൻ താഴ്മയോടെ നിൽക്കുക. അങ്ങനെ താഴ്മയോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈശോയുടെ ജീവിതം നമ്മൾക്ക് കൈമുതലാകും. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളും. നമ്മുടെ ഉത്കണ്ഠകളൊക്കെ അവിടുത്തേക്ക് സമർപ്പിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യത്തിൽ ഈശോ ദൈവം ശ്രദ്ധാലുവാണെന്നുള്ള ബോധ്യമുണ്ടാകണമെങ്കിൽ അവിടുത്തെ വചനം ശ്രവിക്കാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നുപോയി നാം തുടർന്ന് നമ്മുടെ അനുദിന ജീവിതത്തേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ദിവസവും വചനം വായിക്കുന്നവരാകട്ടെ, വചനം പഠിക്കുന്നവരാകട്ടെ, വചനം ധ്യാനിക്കുന്നവരാകട്ടെ. മൂന്നാമത്തെ കാര്യം, ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മുടെ ജീവിതശൈലിയാക്കി മാറ്റേണ്ട കാര്യം നോമ്പ്, ഉപവാസം, അതുപോലെ തന്നെ പരിത്യാഗ പ്രവർത്തനങ്ങൾ. നാം ഈ നോമ്പ് കാലഘട്ടത്തിലൊക്കെ മാംസവർജനം നടത്തുന്നവരാണ്. അതുപോലെ തന്നെ മത്സ്യം, മുട്ട തുടങ്ങിയിട്ടൊക്കെ ഉപേക്ഷിക്കുന്നവരാണ്. വളരെയേറെ പേര് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ഉതകുന്ന വിധത്തിൽ വാട്സപ്പ് ഇല്ലാതാക്കുന്നവരുണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിക്കാത്തവരുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാത്തവരുണ്ട്, മൊബൈൽ വളരെ റെസ്ട്രിക്റ്റായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ചാനലുകൾ അതിലൂടെയുള്ള വിവരങ്ങളായിട്ടുള്ള സീരിയലോ വാർത്തകളോ ഒക്കെ കാണാത്തവരുണ്ട്.
ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള തങ്ങളെ തന്നെ, തങ്ങളുടെ ആസക്തികളെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ആസക്തികളെ നിയന്ത്രിക്കാൻ ഉതകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ധാരാളം പേരുണ്ട്. നമ്മെ തന്നെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഈശോയുടെ ശിഷ്യർ ചോദിച്ചു, എന്തുകൊണ്ടാണ് തങ്ങൾക്ക് പിശാചിനെ ബഹിഷ്കരിക്കാനായിട്ട് കഴിയാത്തത്? ഈശോ അവർക്ക് അധികാരം കൊടുത്തു. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞത്, ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മാത്രമേ ഇപ്രകാരമുള്ള പൈശാചികമായിട്ടുള്ള ശക്തികളെ കീഴ്പ്പെടുത്താനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട ഒരു ജീവിത ശൈലിയാണ് പോരായ്മകൾ അതിജീവിക്കുവാൻ. അതുപോലെ തന്നെ നമ്മുടെ ആസക്തികളെ നിയന്ത്രിക്കാൻ നമുക്ക് കരുത്ത് കിട്ടുന്ന ഒരവസരമാണ് ഈ പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കുവാനായിട്ട് വേണ്ട കൃപ ലഭിക്കുന്ന അവസരമാണ് നോമ്പ്, ഉപവാസം, അതുപോലെ തന്നെ പരിത്യാഗ പ്രവൃത്തി. നമ്മുടെ പഴയ തലമുറയിൽ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ പൂർവികർ ഒക്കെ നോമ്പും ഉപവാസവും ഒക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് പാലിച്ചവരാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ അമ്മയൊക്കെ കൃത്യമായിട്ട് ആഴ്ചയിൽ നിശ്ചിത ദിവസങ്ങൾ മാംസം വർജിക്കുന്നു, നിശ്ചിത ദിവസങ്ങൾ മത്സ്യം വർജിക്കുന്നു, നിശ്ചിത ദിവസങ്ങൾ മുട്ട വർജിക്കുന്നു. ഒരിക്കലും എൻ്റെ അമ്മയൊന്നും ബുധനാഴ്ച ദിവസങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് അന്നേ ദിവസം മത്സ്യം, മാംസം ഉപേക്ഷിക്കാറുണ്ട്, കഴിക്കാറില്ല. അതുപോലെ തന്നെ വെള്ളിയാഴ്ച, ശനിയാഴ്ച ഈ ദിവസങ്ങൾ സാധിക്കുന്ന വെള്ളിയാഴ്ചകൾ ഉപവസിക്കുന്നു. ഇതൊക്കെ നമുക്ക് നൽകുന്ന വലിയൊരു പ്രചോദനമാണ്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ, നമ്മുടെ ആസക്തികളെ നിയന്ത്രിക്കാൻ നാം നമ്മെ തന്നെ കൺട്രോൾ ചെയ്യണം. അങ്ങനെ നിയന്ത്രിക്കാനായിട്ട് ഈ പരിത്യാഗ പ്രവർത്തനങ്ങൾ നമ്മെ സഹായിക്കും. നാലാമത്തെ കാര്യം അനുരഞ്ജനമാണ്. അനുരഞ്ജിതരാകാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഭിന്നതയും അതുപോലെ തന്നെ വൈരാഗ്യവും ശത്രുതയുമൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു വെറുപ്പിൻ്റെ സംസ്കാരം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വെറുപ്പിൻ്റെ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് നാം ലോകം മുഴുവനും ഇൻ്റർനെറ്റിലൂടെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവനോട് കാരുണ്യം കാണിക്കാനോ തൊട്ടടുത്ത് നിൽക്കുന്നവനുമായിട്ട് അനുരഞ്ജിതരാകാനോ പരിശ്രമിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആരോടെങ്കിലും വൈരാഗ്യമോ ശത്രുതയോ ഭിന്നതയോ വെറുപ്പോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് രമ്യപ്പെടുവാനായിട്ട് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കണം. അങ്ങനെ ഒരു പുത്തൻ ചൈതന്യവുമായിട്ട്, ഒരു പുതിയ ചൈതന്യവുമായിട്ട് വേണം നോമ്പ് കഴിഞ്ഞിട്ട് നാം മുന്നോട്ട് പോകാൻ. അത് നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം, നമ്മുടെ അയൽവക്കക്കാരാകാം, നമ്മുടെ സഹപ്രവർത്തകരാകാം, നാമുമായിട്ട് ബന്ധപ്പെടുന്ന വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലുള്ളവരാകാം. അവിടെയൊക്കെ നമ്മുടെ മനോഭാവം ഒരു അനുരഞ്ജനത്തിൻ്റെ, കൂട്ടായ്മയുടെ മനോഭാവമായിരിക്കണം. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കണം. ഈശോ വളരെ ഭംഗിയായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43-ാം വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിട്ട് തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുവെങ്കിൽ വിശേഷ വിധിയായിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതിരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട്
നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ശത്രു മിത്ര ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മാത്രമേ അപരനുമായിട്ട് അനുരഞ്ജിതരാകാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. അതല്ല എങ്കിൽ നമ്മുടെ കോപം, നമ്മുടെ ദ്വേഷം, നമ്മുടെ വൈരാഗ്യം, നമ്മുടെ ശത്രുത അത് നമ്മെ അസ്വസ്ഥരാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. യഥാർത്ഥ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, യഥാർത്ഥ സമാധാനം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരിക തന്നെ വേണം. ആരോടെങ്കിലും നമുക്ക് ശത്രുതയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ യഥാർത്ഥ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ആ ശത്രുതയും വൈരാഗ്യവും വെച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ എപ്പോഴും കുത്തി നോവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈശോ വളരെ ശക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിച്ചത്, നീ ന്യായാധിപൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വഴി വെച്ച് അവനുമായിട്ട് അനുരഞ്ജനപ്പെടുക എന്നുള്ളത്. ക്ഷമിക്കുവാനുള്ള വലിയ മനസ്സ് നമുക്ക് വേണം. എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ 70 പ്രാവശ്യം. മാനദണ്ഡങ്ങളില്ലാതെ ക്ഷമിക്കുവാനുള്ള വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് കൈവശമാക്കാനായിട്ട് കഴിയണം. 5-ാമത്തെ കാര്യം ദാനധർമ്മമാണ്. ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. നമ്മുടെ ഈ ഭാരതം ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. സമ്പദ് വ്യവസ്ഥയിൽ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഒരുപാട് ദരിദ്രർ, ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഒരുപാട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ ധാരാളമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അപ്രകാരം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരിന്ന് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും കഠിനമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുക. ക്രൈസ്തവരതിന് നല്ല മാതൃക കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. തനിക്കുള്ളതിൻ്റെ ഒരംശം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുമായിട്ട് പരിശ്രമിക്കണം. ഈ നോമ്പുകാലം നമ്മെ അതിനു വേണ്ടി പ്രചോദിപ്പിക്കുകയും വേണം. അങ്ങനെ ഈ എളിയവരിൽ ഒരുവന് നാം ചെയ്തു കൊടുത്തപ്പോൾ അത് ഈശോയ്ക്കാണ് ചെയ്തതെന്നുള്ള ബോധ്യത്തോടുകൂടെ അപരനെ സഹായിക്കാൻ, വേദനിക്കുന്നവന് ആശ്വാസം പകർന്നു കൊടുക്കാൻ, വീടില്ലാത്തവന് പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം കൊടുക്കുവാൻ, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുവാൻ, കാരാഗ്രഹവാസിയെ സന്ദർശിക്കാൻ, രോഗിക്ക് ആശ്വാസം നൽകാൻ നാം മുന്നോട്ട് കടന്നു വരാൻ ഇടവരണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം ഫലദായകമാകട്ടെ, അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രാർത്ഥനയിലൂടെ, നോമ്പിലൂടെയും പരിത്യാഗ പ്രവർത്തനങ്ങളിലൂടെയും വചന പഠനത്തിലൂടെ, അത് അനുരഞ്ജനത്തിലൂടെ, ദാനധർമ്മത്തിലൂടെ നമുക്ക് ഈ നോമ്പുകാലം ഫലദായകമാക്കാം. അങ്ങനെ ഒരു പുതിയ ചൈതന്യത്തോടുകൂടെ പുതിയ മനുഷ്യനായിട്ട് നമുക്ക് ഈ നോമ്പുകാലം കഴിഞ്ഞ്, ഈസ്റ്റർ കഴിഞ്ഞ് മുന്നോട്ട് പോകാം. അതിന് തമ്പുരാൻ നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.